ഹായ് ഫ്രണ്ട്സ്, ഷൈനികൃഷ് ടാരോട്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ജൂൺ മാസം നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് കൊണ്ടുവരുന്നത്, എന്ത് മാറ്റമാണ് നമുക്ക് വരുന്നതെന്ന് നോക്കാം. സിക്സ് ഓഫ് കപ്സ്, the devil, four of wands, eight of wands, queen of wands, wands ആണല്ലോ, king of wands, നെക്സ്റ്റ് വീണ്ടും king of wands, page of cups, okay, ace of wands. മൊത്തം വാൺസിൻ്റെ ആണല്ലോ. ഓക്കെ, രണ്ട് കാർഡ് വന്നിട്ടുണ്ട്. ദ എംപ്രസ്, ടെമ്പറൻസ്. ഓക്കെ, ബോട്ടം വന്നിരിക്കുന്നത് 10 of swords ആണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വ്യക്തിയെ നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും അവരോടൊപ്പം ലൈഫ് ലോങ് അവരുണ്ടാകണം, നിങ്ങളോടൊപ്പം എല്ലാം ഷെയർ ചെയ്യാനും. നിങ്ങൾക്ക് ആ വ്യക്തിയോട് നിങ്ങളെ നേരത്തെ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്തിരുന്നു. നിങ്ങളുടെ നെഗറ്റീവ്സും പോസിറ്റീവ്സും എല്ലാം നിങ്ങൾ അവരോട് ഷെയർ ചെയ്യുകയും അവരോടൊപ്പം ഇരിക്കുമ്പോൾ നിങ്ങൾ അത്രയും ഹാപ്പി ആയിരുന്നു. അവരോടൊപ്പം ഇരിക്കണമെന്ന് നിങ്ങൾ അത്രയും ഒരുപാട് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചിരുന്നു, മാനിഫെസ്റ്റ് വരെ ചെയ്തിരുന്നു അവർ ലൈഫ് ലോങ് നിങ്ങളോടൊപ്പം ഉണ്ടാകണമെന്ന്. ഈ റിലേഷൻഷിപ്പ് ഏത് വ്യക്തിയാവും, ഫ്രണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് തന്നെ ആവാം, എന്തോ ആവാം. എന്തായാലും അങ്ങനെ ഒരു ബന്ധമായിരുന്നു നിങ്ങൾ തമ്മിൽ. നിങ്ങൾക്ക് അവരൊരു അഡിക്ഷനായിരുന്നു, കാരണം നിങ്ങൾ അത്രയും അവരെ സ്നേഹിച്ചിരുന്നു. അവരില്ലാതെ പറ്റില്ല എന്നുള്ള ഒരു എനർജിയിലായിരുന്നു നിങ്ങൾ. ആ വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ ലൈഫിൽ വേറെ ഉള്ള എല്ലാ ബന്ധങ്ങളെക്കാളുപരി ആ വ്യക്തിയെ സ്നേഹിക്കുകയും ആ വ്യക്തിക്ക് വേണ്ടി എല്ലാവരെയും മാറ്റി നിർത്തിയിട്ടുണ്ട്. ആ വ്യക്തി കഴിഞ്ഞിട്ടേ ഉള്ളൂ നിങ്ങൾക്ക് മറ്റാരും എന്ന് നിങ്ങൾ ഒരുപാട് വിശ്വസിക്കുകയും സ്നേഹിക്കുകയും അവർക്ക് വേണ്ടി നിങ്ങളെല്ലാം ചെയ്തു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അത്രയും എഫേർട്ട് നിങ്ങൾ ആ വ്യക്തിക്ക് വേണ്ടി ഇട്ടിട്ടുണ്ട്. കാരണം നിങ്ങൾ അത്രയും നിങ്ങളെക്കാളുപരി ആ വ്യക്തിയെ സ്നേഹിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അവരോടൊപ്പം നിങ്ങളിരിക്കണമെന്ന് ആഗ്രഹിച്ചു. പക്ഷേ ആ വ്യക്തി നിങ്ങളെ വിട്ട് ഓടിക്കൊണ്ടേയിരുന്നു. ആ വ്യക്തിക്ക് നിങ്ങളായിരുന്നില്ല പ്രാധാന്യം. ആ വ്യക്തിക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു ആ വ്യക്തിയുടെ ജീവിതത്തിൽ. നിങ്ങൾ ആ ഓപ്ഷൻസിൽ ഒന്ന് മാത്രമായിരുന്നു. നിങ്ങൾ അവരോടൊപ്പം ട്രാവൽ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്നു ഒരുപാട് ദൂരം. പക്ഷേ അവർ നിങ്ങളെ വിട്ട് പല പല ഓപ്ഷൻസിലേക്ക് യാത്ര ചെയ്യണമെന്ന് ആഗ്രഹിച്ചു. നിങ്ങൾ ഒരുപാട് ഗീവിങ് നേച്ചറായിരുന്നു. എല്ലാം നിങ്ങൾ ആ വ്യക്തിക്ക് കൊടുത്തുകൊണ്ടിരുന്നു. അവർക്ക് വേണ്ടി നിങ്ങൾ ഒരുപാട് മാറിയിട്ടുണ്ട് ജീവിതത്തിൽ. നിങ്ങളുടെ പല ക്യാരക്ടറും നിങ്ങളുടെ പല ഇഷ്ടങ്ങളും നിങ്ങൾ മാറ്റിവെച്ച് അവർക്ക് വേണ്ടി നിങ്ങൾ തന്നെ ഒരു ട്രാൻസ്ഫോർമേഷൻ നടത്തിയിട്ടുണ്ട്. അവർ നിങ്ങളോടൊപ്പം ഇരിക്കാൻ വേണ്ടി നിങ്ങൾ പല ത്യാഗങ്ങളും ചെയ്തിട്ടുണ്ട്. വീണ്ടും വീണ്ടും നിങ്ങൾ അവർക്ക് ചാൻസ് കൊടുത്തുകൊണ്ടേയിരുന്നു. അവരെ വീണ്ടും നിങ്ങൾ വിശ്വസിച്ചു കൊണ്ടേയിരുന്നു. എന്നാൽ ആ വ്യക്തി നിങ്ങൾക്ക് അതൊന്നും തന്നിട്ടില്ല. ആ വ്യക്തി എപ്പോഴും ഒരു ഈഗോയിസ്റ്റായിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇഷ്ടമുണ്ടായിരിക്കും, നിങ്ങളെ സ്നേഹിച്ച സമയത്തെല്ലാം ആ വ്യക്തിക്കും നിങ്ങളോട് ഇഷ്ടവും ഉള്ളിൻ്റെ ഉള്ളിൽ ഇഷ്ടമൊക്കെ ഉണ്ട്, സ്നേഹവും ഉണ്ട്. പക്ഷേ നിങ്ങൾ ഒരു ഡിസ്റ്റൻസ് ഉള്ളതെല്ലാം ആ വ്യക്തിയോട് ഷെയർ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ആ വ്യക്തി നിങ്ങളെ വിട്ട് എപ്പോഴും ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിരുന്നു. പല കാര്യങ്ങളിലും ആ വ്യക്തി നിങ്ങളെ ഡോമിനേറ്റ് ചെയ്ത്, അതായത് കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് നിങ്ങളെ. ആ വ്യക്തിയുടെ കീഴിൽ നിങ്ങളിരിക്കണം, ആ വ്യക്തിയുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നിങ്ങളിരിക്കണമെന്ന് അവർ വാശി പിടിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ നിങ്ങൾ ഇരിക്കുകയും ചെയ്തിട്ടുണ്ട് ഒരുപാട് സഹിച്ചുകൊണ്ട്, ആ വ്യക്തിയോടുള്ള സ്നേഹം കൊണ്ട്. എന്നാൽ അത് ആ വ്യക്തി കൂടുതൽ മുതലെടുത്ത് നിങ്ങളെ കൺട്രോൾ ചെയ്തുകൊണ്ടേയിരുന്നു. ആ വ്യക്തി നിങ്ങൾക്ക് അപ്പോൾ ഒരുപാട് നിങ്ങളെ ചേർത്ത് നിർത്തണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ട് നിങ്ങളുടെ സങ്കടങ്ങളിലെല്ലാം. എന്നാൽ ആ വ്യക്തി പല കാര്യങ്ങളും നിങ്ങളോട് ഷെയർ ചെയ്തിട്ടില്ല. നിങ്ങളെപ്പോഴും ആ വ്യക്തിയുമായിട്ടൊരു ന്യൂ ബിഗിൻസ് വേണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടേയിരുന്നു. എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും നിങ്ങൾ ഒരുപാട് ഒരു കപ്പ് നിറയെ സ്നേഹവുമായി അങ്ങനെ എപ്പോഴും അവരെ വെയിറ്റ് ചെയ്ത് ഇനി മാറും നിങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. അവർക്ക് സ്നേഹമുണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ, ബട്ട് അതൊരു യങ് എനർജിയാണ് ആ വ്യക്തിക്ക് മെച്യൂരിറ്റിയുടെ കുറവുണ്ട്. എവിടെ എങ്ങനെ സംസാരിക്കണം, നിങ്ങൾക്ക് എന്ത് സ്ഥാനം തരണം, നിങ്ങളോട് എങ്ങനെ ബിഹേവ് ചെയ്യണം, അങ്ങനെയൊക്കെ ആ വ്യക്തിക്ക് ഒരു മെച്യൂരിറ്റി ഇല്ലാത്തത് കാരണം നിങ്ങൾ ഒരുപാട് ഡിസപ്പോയിൻമെൻറ്റ് അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കരിയറിലേക്ക് തിരിഞ്ഞ് നിങ്ങളുടെ ഒരു ഐഡിയ ഉപയോഗിച്ച് ഒരു ന്യൂ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം നിങ്ങൾക്കിത് ഒരു ഭാരമാവാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം അവിടെ ബോട്ടം വന്നുകൊണ്ട് 10 of swords ആണ്. നിങ്ങൾ കുറേ ഇതിൽ പിടിച്ച് നിന്ന് നിങ്ങൾ കുറേ വേദന അനുഭവിച്ചു കഴിഞ്ഞു. നിങ്ങൾക്ക് ഒരുപാട് ഇങ്ങനെ മുൾശരങ്ങളെന്ന് തന്നെ പറയാം, അത്രയും വേദനകൾ നിങ്ങൾ അനുഭവിച്ച് ഇനി ഇതിൻ്റെ പുറകെ പോകാതെ ഞാൻ എൻ്റെ കരിയർ എൻ്റെ പർപ്പസിലേക്ക് തിരിയണമെന്ന് പറഞ്ഞ് നിങ്ങൾ തിരിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ. എന്നാൽ
അതിൽ നിങ്ങളിനി ഇതുവരെ ആ കാര്യത്തിൽ നിങ്ങൾക്കൊരു സക്സസ് ഇല്ലാതെ, പുരോഗതി ഇല്ലാതെ, നിങ്ങൾ വിചാരിച്ചതുപോലെ ആ കാര്യം മുമ്പോട്ട് പോകാതെ നിങ്ങൾ നിന്നിട്ടുണ്ട്. ബട്ട് അതിനി ഇവിടെ വരാൻ പോകുന്നത് എംപ്രസ് ആണ്. അത് വളരെ നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഒരു സക്സസ്സിലേക്ക് നോക്കി നിങ്ങൾ പോകാൻ പോവുകയാണ്. ഫിസിക്കലി, മെൻ്റലി നിങ്ങൾ അത്രയും ഒരു അബണ്ടൻ്റായിട്ട് നിങ്ങൾ ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം ചിലപ്പോൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ ബിസിനസ്സോ, അല്ലെങ്കിൽ നിങ്ങളുടെ എന്ത് കരിയറോ എന്തായാലും, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു മെൻ്റൽ ഒരു ട്രോമയിലൊക്കെ നിങ്ങൾ ഇതിൽ നിന്ന് അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നായിരിക്കാം വളരെ ഒരു പോസിറ്റിവിറ്റിയിലേക്ക്, സന്തോഷത്തിലേക്ക്, സമാധാനത്തിലേക്ക്. കൂടുതലും ഇവിടെ കരിയറാണ് കാണുന്നത്. നിങ്ങൾ സ്വന്തം കാലിൽ നിൽക്കാൻ പോകുന്നു. നിങ്ങളുടെ ആ കരിയർ, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്താൽ, അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിച്ച് നിൽക്കുകയാണെങ്കിൽ പോലും ഇനി സ്റ്റാർട്ട് ചെയ്താൽ നിങ്ങൾ നല്ല ലെവലിൽ എത്തിച്ചേരുമെന്നാണ് കാണുന്നത്. ഒരു എംപ്രസ് എന്ന് പറയുമ്പോഴേ നമ്മളൊരു അത്രയും ഒരു മാനിക്കപ്പെടുന്ന രീതിയിലെന്നതിനുപരി വളരെ ഒരു പ്രോസ്പെരിറ്റിയാണ് ഇവിടെ കാണിക്കുന്നത്. മണി, പണം, ലക്ഷറിയസ്, അങ്ങനെയൊക്കെ നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നു. അതിനുള്ള അവസരങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നാണ് കാണുന്നത്. അതുമാത്രമല്ല, നിങ്ങളുടെ ഫിസിക്കൽ അപ്പിയറൻസ് നിങ്ങൾ കുറച്ച് ഇമ്പ്രൂവ്മെൻ്റ് ആകാൻ പോകുന്നു. നിങ്ങൾ ബ്യൂട്ടിയൊക്കെ, സൗന്ദര്യം, അതിലൊക്കെ നിങ്ങൾ ശ്രദ്ധ കൊടുക്കുമെന്നാണ് കാണുന്നത് ഈ മാസം തൊട്ട്. അതിനുവേണ്ടി ചിലപ്പോൾ നിങ്ങൾ കുറച്ച് എക്സർസൈസൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കാം. അതുപോലെ സ്കിൻ കെയറോ, സെൽഫ് കെയറോ, അല്ലെങ്കിൽ നിങ്ങൾക്കുള്ളിൽ തന്നെ നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യും. നിങ്ങളുടെ മെൻ്റൽ ഹെൽത്ത് ബെറ്റർ ആവുന്നതായിരിക്കും കുറച്ച് പേർക്ക്. എന്തായാലും അങ്ങനെ ഒരു ലെവലിലേക്ക് നിങ്ങളിവിടെ പോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ടെമ്പറൻസ് വന്നിട്ടുണ്ട്. ഒരു ബാലൻസ് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നു. ഇതുവരെ ഒരു ബാലൻസ് ഇല്ലാതെ നിങ്ങൾ നിന്നിട്ടുണ്ടാവും. നിങ്ങൾക്ക് മെൻ്റലി നിങ്ങൾ ഒരുപാട് തളർന്നു പോകുന്ന, എത്രയൊക്കെ നിങ്ങളുടെ കരിയറിലായാലും അതിൽ ഫോക്കസ്ഡ് ആയിട്ട് പോകണമെന്ന് ആഗ്രഹിച്ചാലും നിങ്ങൾക്ക് കഴിയാതെ അവിടെ നിങ്ങൾ തളർന്നു വീഴുന്നുണ്ടായിരിക്കാം. ബട്ട് ഇനി അങ്ങോട്ട് നിങ്ങളുടെ ലൈഫിൽ ബാലൻസാണ് വരാൻ പോകുന്നത്. മണിയുടെ കാര്യത്തിലും മെൻ്റൽ ഹെൽത്തിലുമൊക്കെ നിങ്ങൾക്ക് നല്ലൊരു ബാലൻസ് വരാൻ പോകുന്നു. ഏഞ്ചൽസിൻ്റെ സപ്പോർട്ട്, അല്ലെങ്കിൽ ആ പ്രപഞ്ചശക്തിയും നിങ്ങൾ അതിനുള്ള വഴികളിലൂടെ നടത്തുമെന്നാണ് കാണുന്നത് ഇവിടെ. ഇതുവരെ നിങ്ങൾ ആ ഒരു വ്യക്തിയുടെ ആ ചിന്തകളിലും, അല്ലെങ്കിൽ ആ വ്യക്തിയിൽ നിന്ന് കിട്ടിയ വേദനകളിലുമൊക്കെ അഡിക്റ്റായി നിങ്ങൾക്ക് അതിൽ നിന്ന് പുറത്ത് വരാൻ കഴിയാതെ നിന്നിട്ടുണ്ടെങ്കിൽ മെൻ്റലി ഒരു ബാലൻസ് വരും നിങ്ങൾക്ക്. ആ ട്രോമകളിൽ നിന്നെല്ലാം നിങ്ങൾക്ക് പുറത്ത് വരാൻ കഴിയുമെന്നാണ് കാണുന്നത്. നിങ്ങളുടെ കരിയറിനെ ഫോക്കസ് ചെയ്ത് നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിലേക്ക് എത്തിച്ചേരാൻ പറ്റുമെന്നാണ് കാണുന്നത്. ഇപ്പോൾ നിങ്ങൾ ഒരുപാട് വേദനയൊക്കെ അനുഭവിച്ച ഒരു എൻഡിങ്ങിൻ്റെ അവസ്ഥയിലായിരിക്കാം ചിലപ്പോൾ ഇരുന്നിരിക്കുന്നത്. കുറച്ച് പേരൊക്കെ ഒരു ഹെർമിറ്റും ഇവിടെ വന്നിട്ടുണ്ട്. നമ്മൾ തനിച്ചിരുന്ന് കുറേ കാര്യങ്ങൾ നമ്മൾ എന്താണ് വേണ്ടത്, നമ്മുടെ മൈൻഡിനെ ഇനി എങ്ങനെ ക്ലിയർ ആക്കണം, അല്ലെങ്കിൽ നമ്മുടെ കരിയറിനെ എങ്ങനെ ക്ലിയർ ആക്കണം, അപ്പോൾ നമ്മൾ തന്നെ സ്വയം ഒരു ചിന്തിച്ച് നമ്മൾ അനലൈസ് ചെയ്ത് അതിന് വേണ്ട പ്രിപ്പറേഷനൊക്കെ നടത്തില്ലേ, ഒരു റെസ്റ്റ് എടുത്ത്, ഒരു പോസ് എടുത്ത്, നമുക്ക് വേണ്ടി നമ്മൾ കുറേ ടൈം സ്പെൻഡ് ചെയ്ത് നമ്മൾ തന്നെ കുറേ ചിന്തിക്കുന്ന ഒരു എനർജി ആണ് ഇവിടെ കാണുന്നത്. എന്തായാലും ഒരു പോസിറ്റീവ് കാർഡ് തന്നെയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്കിതിൽ നിന്നെല്ലാം പുറത്ത് വന്ന് നിങ്ങളുടെ കരിയറിനെ ബിൽഡ് ചെയ്യാനും നിങ്ങളിലേക്ക് മണിയും ഒരു ബാലൻസും നിങ്ങളുടെ ജീവിതത്തിൽ വരും എന്നാണ് കാണുന്നത്. എന്തായാലും നിങ്ങൾ ഇതുവരെ കുറേ ക്ഷമയോടെ ഈ ബന്ധം ശരിയാവും, ആ വ്യക്തിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് നിങ്ങൾ അത്രയും ആഗ്രഹിച്ച് ക്ഷമയോടെ നിന്നിട്ടുണ്ടെങ്കിൽ ഇനി നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആ എല്ലാ പ്രശ്നങ്ങളും, ആ നെഗറ്റീവ്സിനെയൊക്കെ മാറ്റി നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ബാലൻസ് കൊണ്ടുവരാനും നിങ്ങളുടെ കരിയറിൽ സക്സസ് വരും എന്നാണ് പ്രപഞ്ചം നിങ്ങൾക്ക് നൽകുന്നത് അഡ്വൈസ്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഇതിലുള്ള പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം ക്ലെയിം ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.